5810 വേക്കൻസിയോട് കൂടി RRB NTPCയുടെ 2025 ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നോട്ടിഫിക്കേഷൻ ലൈവ് ആയിരിക്കും. ഹായ്, ഞാൻ കിരൺ രവി, ഫൗണ്ടർ ഓഫ് കർമ്മ അക്കാഡമി. അപ്പോൾ ആദ്യം തന്നെ എക്സാമിന്റെ വേക്കൻസികൾ നമുക്ക് നോക്കാം. 5810 വേക്കൻസിയാണ് RRB NTPC ഗ്രാജുവേറ്റ് ലെവലിൽ ഈ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലിങ്ക് ലൈവ് ആയിട്ടുണ്ട്. ഒക്ടോബർ 21 മുതൽ നവംബർ 20, 2025 വരെയാണ് ഓൺലൈനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റുകൾ. നവംബർ 22 ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. പക്ഷെ നമുക്ക് നവംബർ 23 മുതൽ ഡിസംബർ 2 വരെ നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് അല്ലെങ്കിൽ കറക്ഷൻസ് വരുത്താൻ ഒരു പോർട്ടൽ അവർ ലൈവ് ആക്കി തരും. പക്ഷെ ആ പോർട്ടൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 250 റുപ്പീസിന്റെ ഒരു ഫീയും അഡീഷണൽ ഫീയും കൂടെ അതിൽ വരുന്നതായിരിക്കും. അപ്പോൾ എക്സാമിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി ആണ്. ഏതൊരു ഡിഗ്രി ഉള്ള ഒരാൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ടോ നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കയ്യിൽ കിട്ടണം. വിച്ച് മീൻസ് ഒരു ഫൈനൽ ഇയർ ഡിഗ്രി സ്റ്റുഡന്റിന് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റിന് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. നിങ്ങളൊരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 3 വർഷം എക്സ്ട്രാ നിങ്ങൾക്ക് ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ കിട്ടും. SC/ST കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം വരെ ഏജ് ലിമിറ്റിൽ എക്സ്ട്രാ റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ എക്സാമിന്റെ ഫീ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിനും OBC കാറ്റഗറി കാൻഡിഡേറ്റ്സിനും EWS കാറ്റഗറി കാൻഡിഡേറ്റ്സിനും വരുന്നത് 500 രൂപയാണ്. പക്ഷെ നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് ലെവൽ എക്സാം CBT 1 ക്ലിയർ ചെയ്താൽ അതിൽ 400 രൂപയും റീഫണ്ട് ചെയ്ത് കിട്ടും. ഇനി SC/ST കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു വുമൺ കാൻഡിഡേറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി കാൻഡിഡേറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു എക്കണോമിക് വീക്കർ സെക്ഷനിൽ പെടുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലോ നിങ്ങളുടെ ഫീ വരുന്നത് 250 രൂപയാണ്. ഈ 250 രൂപ ഫീ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അടുത്തതായി ഈ എക്സാമിലെ ഇമ്പോർട്ടന്റ് പോസ്റ്റുകളും അതിന്റെ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. ഇവിടെ ലെവൽ 4, ലെവൽ 5, ലെവൽ 6 പെടുന്ന, അതായത് പേ കമ്മീഷൻ 7th പ്രകാരം ലെവൽ 4, 5, 6 ഈ 3 ലെവലിൽ പെടുന്ന ഡിഫറെന്റ് പോസ്റ്റുകളാണ് വരുന്നത്. സാലറി സ്കെയിൽ വരുന്നത് 25,500 രൂപ മുതൽ 35,400 രൂപ വരെയാണ് പേ കമ്മീഷൻ 7th പേ കമ്മീഷൻ പ്രകാരം. ഓർക്കുക, 2026 ജനുവരി മുതൽ 8th പേ കമ്മീഷൻ റിവിഷൻ വരുന്നുണ്ടാകും. അവിടെ ലെവൽ 1 കാൻഡിഡേറ്റിന് 18,000 രൂപയാണ് സാലറി എങ്കിൽ ആ 18,000 രൂപ സംവെയർ അറൌണ്ട് 51,000 രൂപയായിരിക്കും ഇനി സ്റ്റാർട്ടിംഗ് സാലറി ബേസിക് പേയിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്കുള്ളത് ലെവൽ 4 മുതൽ 6 വരെയുള്ള പേസ് ആണ് വരുന്നത്. 25,500 മുതൽ 35,400 രൂപ വരെയുള്ള പേ ആണ് വരുന്നത്. ഈ പേ ഒരു ഫിറ്റ്മെന്റ് ഫാക്ടർ എന്നൊരു ഫാക്ടറിന്റെ 2.5 ടൈംസ് വരുമ്പോൾ ഓൾമോസ്റ്റ് ട്രിപ്പിൾ സാലറി ആകും ബേസിക് പേ വരാൻ സാധ്യത. ഓർക്ക, 2026 മുതൽ ഇതായിരിക്കും പ്രാബല്യത്തിൽ വരാൻ പോകുന്ന സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്. അപ്പൊ ഇതിലെ വ്യത്യസ്ത പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഈ എക്സാമിലുള്ള ഡിഫറെന്റ് പോസ്റ്റുകൾ എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർ, ചീഫ് കൊമേഴ്ഷ്യൽ കംസ് ടിക്കറ്റ് സൂപ്പർവൈസർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ടൻസ്, അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, ട്രാഫിക് അസിസ്റ്റന്റ് ആണ്. അപ്പോൾ സാലറി പറഞ്ഞത് 25,500 രൂപ മുതൽ 35,400 രൂപ വരെയാണ്. ഇത് ബേസിക് പേ ആണ്. ഈ ബേസിക് പേ വിട്ടിട്ട് എക്സ്ട്രാ അലവൻസസ്, ഹൗസ് റെന്റൽ അലവൻസ്, ഡിയർനെസ് അലവൻസ് തുടങ്ങിയ ഒരുപാട് അലവൻസുകൾ നമുക്ക് ഈ സാലറിയുടെ കൂടെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ടോട്ടൽ സാലറി സംവെയർ 50,000 പ്ലസ് ആയിരിക്കും നിലവിലുള്ള 7th പേ കമ്മീഷൻ പ്രകാരമുള്ള സാലറി. 8th പേ കമ്മീഷൻ വരുമ്പോൾ അത് ഈവൻ ഹയർ ആകും. അപ്പൊ ഇനി നമുക്ക് എക്സാമിന്റെ പാറ്റേണും സിലബസും നോക്കാം. ഈ എക്സാമില് CBT 1, CBT 2 ആൻഡ് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ CBAT ഉണ്ടായിരിക്കും. അതായത് 3 റൗണ്ടിലായിട്ടാണ് എക്സാം വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഉണ്ടാവും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള 2 ടെസ്റ്റുകളും, അതിനുശേഷം ടൈപ്പിംഗ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. CBT 1 അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഒരു ക്വാളിഫയിങ് നേച്ചറുള്ള എക്സാം ആണ്. 100 ചോദ്യം 90 മിനിറ്റ്. അതിൽ 3 സബ്ജക്റ്റുകളാണുള്ളത്. 40 ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ്, 30 ക്വസ്റ്റ്യൻ റീസണിങ്, 30 ക്വസ്റ്റ്യൻ മാത്സ് അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ 3 സബ്ജക്റ്റുകളാണുള്ളത്. 40 ക്വസ്റ്റ്യൻ അഥവാ 40 മാർക്കിനുള്ള ജനറൽ അവയർനെസ് സെക്ഷൻ, 30 ക്വസ്റ്റ്യൻ അടങ്ങുന്ന ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, 30 ക്വസ്റ്റ്യൻ അടങ്ങുന്ന മാത്തമാറ്റിക്സ് പേപ്പർ. ടോട്ടലി 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ്. സെക്കൻഡ് സ്റ്റേജ് അഥവാ CBT 2 ആണ് നമ്മുടെ മെറിറ്റ് ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്ന പാർട്ട്. അതിൽ 3 പാർട്ടുകളാണുള്ളത്. ടോട്ടലി 120 ചോദ്യങ്ങളും 90 മിനിറ്റുമാണ് വരുന്നത്. അതിൽ 50 ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ്സിൽ നിന്നും, 35 ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സിൽ നിന്നും, 35 ക്വസ്റ്റ്യൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്നുമാണ്. അങ്ങനെ ടോട്ടലി 120 ക്വസ്റ്റ്യനും 90 മിനിറ്റുമാണ്.
രണ്ട് CBTയിലും ഓരോ തെറ്റുത്തരത്തിനും 1/3 മാർക്ക് നെഗറ്റീവായിട്ട് കുറയ്ക്കും. ഈ എക്സാം മലയാളത്തിലോ ഇംഗ്ലീഷിലോ അങ്ങനെ ടോട്ടലി ഒരു 15ഓളം ലാംഗ്വേജിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെ സിലബസിൽ ജനറൽ അവയർനെസ്സിൽ വരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ സയൻസ് സബ്ജക്റ്റുകളാണ്. ഇവയെല്ലാം 10ാം ക്ലാസ് വരെയുള്ള സിലബസ് ആണ് കവർ ചെയ്യുന്നത്. മാത്സിൽ വരുമ്പോൾ അരിത്തമെറ്റിക്സും അഡ്വാൻസ്ഡ് മാത്സിലെ ചാപ്റ്റേഴ്സും ഉണ്ടായിരിക്കും. റീസണിംഗിൽ വരുമ്പോൾ വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിംഗ് ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാകുക. ഇതിന്റെ ഒരു സിലബസ് ഓറിയന്റ് ചെയ്ത ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ രണ്ടാമത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ എക്സാമിന്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്രയാണ്, അത് റിലേറ്റ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരു RRB ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരൊറ്റ RRB അപ്ലൈ ചെയ്ത് എഴുതാം. ഓരോ RRBയിലും വരുന്ന കട്ട് ഓഫ് മാർക്ക് വേരി ചെയ്യും. അത് എത്ര കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എക്സാമിന്റെ ലെവൽ, ഇങ്ങനെയുള്ള പല കാര്യത്തിനും ബേസ് ചെയ്ത് മാറും. പ്രീവിയസ് ഇയറുകളിലെ കട്ട് ഓഫ് മാർക്ക് വെച്ച് നമ്മൾ നോക്കിയാൽ ട്രിവാൻഡ്രം RRBയിൽ ഏകദേശം ഒരു 78 മുതൽ 80 വരെ ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റിന് കട്ട് ഓഫ് വരാം. അത് കണക്ക് ഒരു OBC കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ 73 മുതൽ 76 മാർക്ക് വരെ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എഗെയിൻ എക്സാമിന്റെ ടഫ്നെസ് ലെവൽ, അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം, വേക്കൻസി, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു കട്ട് ഓഫ് മാർക്ക് ഫൈനലി നിർണ്ണയിക്കപ്പെട്ട് വരുന്നത്. ഓർക്കുക, എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് November 20 ആണ്. സെർവർ ബ്ലോക്ക് ആവാൻ വെയിറ്റ് ചെയ്യാതിരിക്കാതെ, അതായത് എക്സാമിന്റെ ലാസ്റ്റിലേക്കുള്ള ഡേറ്റിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കാതെ എത്രയും വേഗം കഴിവതും ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. എത്രയും വേഗം അപ്ലൈ ചെയ്യുക. ഇതൊരു സുവർണ ഓപ്പർച്യൂണിറ്റി ആണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഡിഗ്രി ഉള്ള ഒരു കാൻഡിഡേറ്റിന് ഒരു ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോബ് റെയിൽവേയിൽ നേടിയെടുക്കാൻ പറ്റുന്നത്. Thank you for watching this video. This is Kiran signing off.